പ്രൈസ് ദ ലോർഡ് ദൈവമക്കളെ, ഹല്ലേലൂയ. ഇന്ന് ഞായറാഴ്ച. നമുക്ക് സ്നേഹമുള്ളവരെ, ഇന്ന് സാബത്ത്, അതായത് കർത്താവിൻ്റെ ദിവസം. കർത്താവിൻ്റെ ദിവസത്തിൽ ഈശോയുടെ മക്കളെ, നമ്മൾ എന്തായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, വചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കുന്നവർ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും, ഭാഗ്യവാന്മാരെന്ന് വിളിക്കപ്പെടും. മക്കളെ, ഈ സമാധാനം സ്ഥാപിക്കണമെങ്കിൽ ഞാനെന്ത് വേണം? ഞാനെന്ത് ചെയ്യണം? ചുമ്മാ ചെന്ന് സമാധാനം സ്ഥാപിക്കാൻ പറ്റുമോ? ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് അതിര് സംസാരിക്കുന്നു. ഞാൻ മാനസാന്തരപ്പെട്ട് പാവങ്ങളോർത്ത് പശ്ചാത്തപിച്ച് നല്ലൊരു കുമ്പസാരത്തിലൂടെ വിശുദ്ധ ജീവിതം കാഴ്ചവെക്കുമ്പോൾ മാത്രമേ എനിക്ക് സമാധാനം, മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണ്? എൻ്റെ ഹൃദയത്തിൽ എന്താണോ അതേ കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ജഡികനാണെങ്കിൽ ജഡികത കൊടുക്കാം, ഞാൻ ആത്മീയനാണെങ്കിൽ ആത്മീയത കൊടുക്കാൻ സാധിക്കും. അവിടെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. ഞാൻ എങ്ങനെ ഒരാത്മീയനായി മാറണം? അപ്പോൾ ഞാനറിയാതെ എന്നെ നയിക്കുന്ന ഒരു ശക്തി, അതായത് ദൈവിക ശക്തി. അതുകൊണ്ടാണല്ലോ പൗലോസ്ലീഹ പ്രകാരം അരുളി ചെയ്തിരിക്കുന്നത്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രനും പുത്രിയാണ്. ഇന്നലെ വരെ നമുക്ക് അങ്ങനെ ചിന്തയില്ലായിരുന്നു. ഇന്നലെ വരെ നമ്മളൊരു തിന്മയിലോ അല്ലെങ്കിൽ ദൈവമായിട്ടൊരു ബന്ധമില്ലായിരുന്ന ദിവസങ്ങളിൽ ആയിരുന്നെങ്കിൽ ഇന്നങ്ങനെയല്ല. ദൈവത്തെക്കുറിച്ച് കേൾക്കാൻ, ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കാൻ, അപ്പം അങ്ങനെയൊക്കെയുള്ള ആ ഒരു സംഭവങ്ങളിലേക്ക് എന്തുകൊണ്ട് വരുന്നു? അത് ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഉണർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അതുമാത്രമല്ല, ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റും, ജഡികന് ജഡിക കാര്യങ്ങളിലായിരിക്കും. ഒരു ഡിഫറൻസ് അവിടെ വന്നു. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്കൊക്കെ സാബത്ത് ആചരിക്കാനും ദൈവവേല ചെയ്യുവാനൊക്കെ സാധിക്കുകയുള്ളൂ. അല്ലാത്തവന് കളിയാക്കും, പൊട്ടത്തരമാണോ? ആത്മീയർ അങ്ങനെ നന്മയെ പ്രവർത്തിക്കുന്നവരും അവരെ ബ്ലോക്ക് ചെയ്യും. കണ്ടിട്ടില്ലേ മക്കളെ? പിശാച് പലരിലൂടെയും വരും. ഇപ്പോൾ എല്ലാവരിലൂടെയും വരും പിശാച്. നമ്മൾ പരിപൂർണ്ണമല്ലെങ്കിൽ, നമുക്ക് ദൈവാത്മാവ് നയിക്കുന്നില്ലെങ്കിൽ എല്ലാവരിലൂടെയും വരും. കേൾക്കുന്നില്ലേ? എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയുമ്പോൾ ഒരു കുഴപ്പക്കാരനല്ലാതെ നിൽക്കുന്ന ആൾ നേരെ ഓപ്പോസിറ്റ് ചാടും. അത് വിശ്വാസമുള്ളത് കൊണ്ടാണ്. കാരണം കൃപയുള്ളവർക്ക് ആർക്കും തള്ളിപ്പറയാൻ പറ്റില്ല, സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. യെസ്, അതാണ് സംഭവം. ഹല്ലേലൂയ. അപ്പോൾ സകല ജനത്തിന് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥിക്കാൻ പറ്റൂല. പ്രാർത്ഥിക്കണമെങ്കിൽ ഞാനാകുന്ന വ്യക്തി മാനസാന്തരപ്പെടണം. ഞാനാകുന്ന വ്യക്തി നീ എങ്ങനെയാണെന്ന് ഒരു നിമിഷം നീ നിൻ്റെ ഈശോയോട് കണ്ണടച്ചത് പ്രാർത്ഥിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തെറ്റുകൾ, ഒരുപാട് കുറവുകൾ നമുക്കുണ്ട്, അല്ലേ? ആണോ? പക്ഷെ നമ്മളിങ്ങനെയൊക്കെ ജീവിക്കേണ്ടവനാണോ? എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ച് നരകത്തിൽ പോകാനാണോ ദൈവം ആഗ്രഹിക്കുന്നത്? നോ, നോ, നോ. പിന്നെയോ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറി നിത്യജീവൻ കരസ്ഥമാക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മക്കളെ, നിങ്ങൾ ഇന്നലത്തെ നടന്ന കാര്യങ്ങൾ ഓർത്ത് ദൈവത്തോട് നന്ദി പറഞ്ഞു. ഇന്ന് ഈ സമയമായല്ലോ, ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറഞ്ഞു. ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾ, വണ്ടി ഓടിച്ചപ്പോൾ, യാത്ര ചെയ്തപ്പോൾ, ജോലി ചെയ്തപ്പോൾ, നടന്നുപോയപ്പോൾ, എന്തെല്ലാം അപകടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിച്ചിട്ടുണ്ട് കർത്താവ്. എന്തോരം പ്രതിസന്ധികളിൽ നിന്ന് നമ്മളെ രക്ഷിച്ചിട്ടുണ്ട്. കടം കൊടുക്കാനുള്ളവൻ വന്ന തകർത്തുകളെ എന്നുള്ള ചിന്തയുണ്ടായിട്ട് അവിടെയൊക്കെ ശാന്തതമാക്കിയതാരാ? മോനെ മോളെ, എരഞ്ഞു പൊങ്ങിയ, ഉയർന്നു പൊങ്ങിയ തിരമാലകളെ കാൽക്കീഴിലാക്കാൻ കഴിവുള്ളവന് കർത്താവിന് മാത്രമേ ഉള്ളൂ. ഈശോയല്ലേ എല്ലാം നിൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും ശാന്തമാക്കിയത്. നീയാണെന്ന് തോന്നും, എൻ്റെ കഴിവ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, പിശാച് അതാണ് സംഭവം. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് നന്ദി പറയാം, നമുക്ക് ചേർന്ന് പറയാം. എല്ലാത്തിനെയും ഓർത്ത് ഞാൻ വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നന്ദി പറഞ്ഞിട്ടും പ്രാർത്ഥിച്ചിട്ടും പോകുന്നവരായിരിക്കാം. എത്ര പേര് പോയി തിരിച്ചു വരുമ്പോൾ കർത്താവ് എൻ്റെ യാത്രയിൽ സംരക്ഷിച്ചതിനോർത്ത്, ഇന്ന് പോയ കാര്യങ്ങൾ നടത്തി തന്നതിനോർത്ത് നീ നന്ദി പറഞ്ഞു പോകുമ്പോൾ, ആവശ്യങ്ങൾക്ക് പറഞ്ഞ് നീ പോകുമ്പോൾ, വാഹനങ്ങളിൽ സമർപ്പിച്ച് പോകുമ്പോൾ, നിൻ്റെ തൊഴിൽ മേഖല സമർപ്പിച്ച് പോകുമ്പോൾ, ഈശോ നിന്നോടൊരു കാര്യം പറയുന്നുണ്ട്. ഒരു മിനിറ്റ് മോളെ, ഒരു മിനിറ്റ് അപ്പ, ഒരു മിനിറ്റ് മോനെ, ഇങ്ങോട്ട് വാ. എൻ്റെ ഈ മുറിവ് കണ്ടോ? നിനക്ക് വേണ്ടി മുറിക്കപ്പെട്ടതാണ്.
വിലാപ്പുറം കുത്തി തുറക്കപ്പെട്ടത്. എന്നാൽ നീ ഇവിടുന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നിൻ്റെ ആവശ്യമില്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നോട്ടം, നിൻ്റെ ആവശ്യമില്ലാത്ത ചിന്തകൾ, നിൻ്റെ ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾ, ചെയ്യാൻ പാടുള്ളത് ചെയ്യുമ്പോൾ എൻ്റെ ഈ മുറിവിൻ്റെ ആഴം കൂടുന്നു, വലിപ്പം കൂടുന്നു. അപ്പോൾ ഒരു ആത്മീയ മനുഷ്യനെന്ന് പറയുമ്പോൾ ചിലതൊക്കെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു ക്രിസ്തുദാസന് ചിലതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരിക്കുന്നു. ചില നോട്ടങ്ങൾ ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു, ചില ചിന്തകൾ ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു, ചില പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കേണ്ടി. അപ്പോൾ അതുകൊണ്ടാണ് സങ്കീർത്തകൻ 15 നീതിയുടെ മാനദണ്ഡം. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? ഇത് കഴിഞ്ഞിട്ട് നഷ്ടം സഹിച്ച് പ്രതിജ്ഞ നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എങ്ങനെയെന്ന്? നഷ്ടം സഹിച്ച് പ്രതിജ്ഞ നിറവേറ്റുന്നവൻ സ്വർഗരാജ്യത്തിൽ. മരിച്ച സ്വർഗത്തിൽ പോകണമെന്ന് മാത്രമല്ല, ഈ ലോകത്തും വേണമല്ലോ ഒരു സമാധാനം. ഹല്ലേലൂയ. യോഹന്നാൻ 1:29 യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കിക്കളയുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ എന്തൊക്കെ കഴിവുണ്ട്? അവനൊരു വിസ്മരണീയമായ ഉപദേഷ്ടാവാണ്, ശക്തനായ ദൈവമാണ്, നിത്യനായ പിതാവാണ്. എല്ലാവരെയും മോചിപ്പിക്കാനും സമഗ്ര വിമോചനം കൊടുക്കുവാൻ അവന് സാധിക്കും. അത് യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. മക്കളെ, ഈശോയ്ക്കൊന്ന് ചോദിക്കാനുണ്ട് നിന്നോട്. എന്താണ് നിന്നോട് ചോദിക്കാനുള്ളത്? നീ ഓക്കെ ആണോ? കാര്യസാധ്യതയ്ക്കൊണ്ട് കർത്താവേ, അങ്ങനെയുള്ളവർക്കാണ് ഈ വചനം ഈശോ പറഞ്ഞിരിക്കുന്നത്. മാത്യു അല്ലെങ്കിൽ മത്തായി 7:21 കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ഫസ്റ്റ് തിമോത്തിയോസിൽ പ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, എല്ലാവരും ദൈവത്തെ അറിയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളായി മാറണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവേ, തെറ്റുപറ്റി കർത്താവേ എന്നുള്ള നിലവിളിച്ച് കണ്ണീരോടെ പൊട്ടിക്കരഞ്ഞ് മാപ്പ് ചോദിച്ച് നല്ല കുമ്പസാരം നടത്തി പ്രാർത്ഥനകളിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ ദൈവാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടാൻ പറ്റും. ഇതേ ഉണ്ടാവുള്ളൂ. ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്, അവസാന വിധി, ആ സമയത്ത് അന്ത്യവിധി. ആ വിധിയുടെ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മാരകമായ പാപം ചെയ്ത് ജീവിച്ചിരിക്കുന്നവനാണ് ചെയ്താണെങ്കിൽ നിത്യനരകത്തിലേക്കും, വരപ്രസാദ അവസ്ഥയിൽ ജീവിച്ചവനാണെങ്കിൽ ശുദ്ധീകരണ സ്ഥലം വഴി സ്വർഗരാജ്യത്തേക്ക് പോകാൻ കഴിയുന്നു. ഒരു മനുഷ്യൻ മരിച്ചാൽ ഉടനെ വിധി, അതിനെയാണ് ധനതവിധി എന്ന് പറയുന്നത്. നമ്മളത് ചിന്തിക്കാറ് പോലും ഉണ്ടാവില്ല അല്ലേ? കരഞ്ഞ് പ്രാർത്ഥിക്കുക, കരഞ്ഞ് പ്രാർത്ഥിക്കുക, കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നമുക്ക് നന്ദി ഒന്ന് പറഞ്ഞാലോ? നന്ദി നന്ദി നാഥ, ഇന്നിത് കേട്ടതിനോർത്ത്, ഇന്നെൻ്റെ എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് എന്നെ രക്ഷിച്ചതിനോർത്ത്, ഇത്രയും ആരോഗ്യം തന്നതിനോർത്ത്, ഒരു രോഗമില്ലാത്ത ശരീരം തന്നതിനോർത്ത്, എനിക്ക് നല്ല മക്കളെ തന്നതിനോർത്ത്, എത്രയോ അപകടങ്ങളിൽ നമ്മൾ രക്ഷിച്ചതിനോർത്ത് നന്ദി നന്ദി നാഥ. ചേർന്ന് പാടാമോ? അളവില്ല സ്നേഹത്തിനായി യേശുവേ യേശുവേ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.